നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പ്രധാനമായിട്ട് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ വേഴ മാറ്റത്തെക്കുറിച്ച് ആണ് പറയണേ. വേഴം 12 വർഷത്തിൽ 12 രാശികളിലൂടെ സഞ്ചരിച്ച് വേഴത്തിൻ്റെ ഒരു സംക്രമണം പൂർത്തിയാക്കും. അങ്ങനെ ഓരോ രാശിയിലും ഓരോ വർഷക്കാലമാണ് പൊതുവെ വേഴം നിൽക്കണേ. ചിലപ്പോൾ ചില ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോവും. അങ്ങനെ 12 വർഷം കൊണ്ട് ഒരു വേഴവട്ടക്കാലം പൂർത്തിയാക്കും. ഇപ്പോൾ വേഴം 2026 ജൂൺ മാസം 2-ാം തീയതി രാവിലെ തൊട്ട് മിഥുനം രാശിയിൽ നിന്ന് കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഇപ്പോൾ വേഴം കർക്കടക രാശിയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ 12 വർഷത്തിലൊരു വർഷം മാത്രമേ വേഴം ഉച്ചരാശിയിൽ നിൽക്കാറുള്ളൂ. അപ്പോൾ ഉച്ചത്തിൽ വേഴം വരുന്ന കാലഘട്ടമാണ് ഈ ജൂൺ മാസം 2-ാം തീയതി തൊട്ട് 2027 ജൂൺ 25 വരെ. ഒരു വർഷവും 23 ദിവസവും ഉണ്ടെങ്കിലും ഇതിനിടയ്ക്ക് വെച്ച് വേഴത്തിന് ചെറിയ മാറ്റം സംഭവിക്കും. വക്രഗതിയിലേക്കൊക്കെ പോവും. ഇതൊന്നും കാര്യമാക്കണ്ട. അതൊക്കെ പൂർവ്വഗതി ഫലത്തെ കൊടുക്കും. അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് അയ്യോ വക്രഗതിയിലേക്ക് കുറച്ച് ദിവസം പോകുമല്ലോ എന്നൊന്നും ചിന്തിക്കണ്ട. നമുക്ക് ഈ ഒരു വർഷക്കാലം സമയമുണ്ട്. ഈ സമയത്ത് വേഴം ഉച്ചത്തിൽ വരികയാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും ചിലർക്ക് വളരെയേറെ ഗുണത്തെ കൊടുക്കും, ചിലർക്ക് ഗുണഫലം അല്പം കുറയും. നമ്മൾ ഇന്ന് ചിങ്ങൻ രാശിക്കാരുടെ ഫലത്തെയാണ് നോക്കണേ. ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നവർക്ക്, ചിങ്ങൻ രാശിയിലെ നക്ഷത്രം എന്ന് പറയുമ്പോൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, അതായത് ഉത്രത്തിക്കാല്. ഈ രാശിയിൽ ജനിച്ചവർക്ക് വേഴം 12-ാം ഭാവത്തിലേക്കാണ് സഞ്ചരിച്ചതിനെ. വേഴം നിൽക്കുന്നത് വേഴം വരുന്നത് 12-ലാണ്. 12-ാം വേഴം. ഞാൻ പറഞ്ഞു വേഴം ഉച്ചത്തിലാണ് വരുന്നത്. ഉച്ചത്തിലാണെങ്കിൽ പോലും 12 വേഴത്തിൻ്റെ ഇഷ്ടസ്ഥാനമല്ല, 12 വ്യയസ്ഥാനമാണ്. അപ്പോൾ വ്യയസ്ഥാനത്തേക്ക് വേഴം പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ വ്യയം വരും? ധനവ്യയം ഉണ്ടാവാം, അപ്പോൾ സാമ്പത്തിക നഷ്ടം വരാം. കാര്യവ്യയം വരും, കാര്യതടസ്സം ഉണ്ടാവും. ശാരീരിക വ്യയം വരും, ശരീര അസ്വസ്ഥത ഉണ്ടാവും, രോഗായ ദുരിതങ്ങളുണ്ടാവും. കാര്യവ്യയം വരും, അപ്പോൾ കാര്യതടസ്സം വരും. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടും. ഇങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ വരുന്ന കാലഘട്ടമാണ് ഈ രാശിക്കാർക്ക്. വേഴം ഉച്ചത്തിലായതുകൊണ്ട് വേഴം പ്രാർത്ഥിച്ച് എടുത്താൽ വലിയ ദോഷഭാവം ബാധിക്കാതെ പോകും. അപ്പോൾ നമ്മളിത് അറിയണ എന്തിനാണ്? നമുക്ക് ശ്രദ്ധിക്കാം. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഓരോന്നും സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടത്തിനും പലതരത്തിൽ എല്ലാ വിധത്തിലും ഒറ്റപ്പെടലുണ്ടാവും. അതാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിന് വ്യാഴ ഭഗവാനെ എത്രത്തോളം പ്രീതിപ്പെടുത്താമോ? ഗുരുപ്രീതി കൊണ്ട്. ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ഗുരുക്കന്മാരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അമ്പലത്തിലോ അവരെ ആശ്രമത്തിലോ അല്ലെങ്കിൽ ഗുരുസന്നിധിയിലോ പോയി അവരെ പ്രീതിപ്പെടുത്തി അവരെ അനുഗ്രഹ ആശംസകളോടുകൂടി ജീവിക്കാൻ നോക്കണം. ഇല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഒരു വർഷക്കാലവും പാൽപ്പായസമോ തുളസിമാലയോ അർച്ചനയോ നടത്തിപ്പോണം. ചെയ്തു പോകുമ്പോൾ വേഴത്തിൻ്റെ അതൃപ്തി മാറും. അപ്പോൾ വേഴം നമുക്ക് അനുകൂല ഭാവത്തിലേക്ക് വരും. അപ്പോൾ ഈ ചാനൽ കഷ്ടകാലമാണെങ്കിലും നല്ലതായാലും നമ്മളെപ്പോലെ തന്നെയാണ് മറ്റൊരാളും. അല്ലെങ്കിൽ ആർക്കും നമ്മളെ ഇതേ രാശിയിലുള്ളവർ തന്നെ കഷ്ടപ്പെട്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഈ ചാനൽ ഷെയർ ചെയ്യുക. അതിനൊപ്പം തന്നെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങൾ അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ലൈവ് എപ്പോഴുണ്ട് എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാ ചിങ്ങരാശിക്കാർക്കും കുറച്ച് കഷ്ടതയുണ്ടെങ്കിലും അതെല്ലാം മാറ്റി മഹാഗുരു നിങ്ങൾക്ക് ഐശ്വര്യത്തെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.